ഇപ്പോ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നോമിനേഷൻ നൽകുന്ന ഈ നിമിഷം വരെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച അനുഭവം ആവേശകരമാണ്, ഏറെ കരുത്ത് നൽകുന്നതാണ്. കഴിഞ്ഞ 5 വർഷം ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പമായിരുന്നു. വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തമ്മിലടിയില്ലാത്ത ഒരു സർക്കാർ തന്നെ കേരളത്തിൽ തുടരണം, അത് LDF-നെ സാധിക്കൂ എന്ന ചിന്താഗതി. 2, LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, അതും വലിയ മതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം നടന്നിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ ജനങ്ങളത് വലിയ നിലയിൽ താല്പര്യത്തോടെ കാണുകയാണ്. അതിൽ ഓരോന്നും ഞാൻ പറയുന്നില്ല, ഇതുപോലൊരു സമയത്ത് പറയണില്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. പക്ഷെ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ദേശീയപാത 66 യാഥാർത്ഥ്യമായി, കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. കോഴിക്കോട് ജില്ലയിലും മലബാറിലും വലിയ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂല വോട്ടായി മാറുന്നു. അതിലേറ്റവും മികച്ച നിലയിൽ ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്ന മണ്ഡലം ബേപ്പൂർ മണ്ഡലമായിരിക്കും. കാരണം രാമനാട്ടുകരയിൽ നിന്നാണ് 2 ഭാഗത്തേക്കുള്ള റോഡുകൾ യാഥാർത്ഥ്യമായത്, 2 റീച്ചും. രാമനാട്ടുകരയിൽ നിന്നും വെങ്ങളത്തേക്ക് കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളാണ്. കാരണം ഈ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ കോഴിക്കോട്ടേക്ക് എത്തുക അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് പോവുക ബേപ്പൂർ മണ്ഡലത്തിലെ റോഡുകളിലൂടെയാണ്. രാമനാട്ടുകര, ഫറൂഖ് പേട്ട, ഫറൂഖ് ചുങ്കം, ഫറൂഖ് പേട്ട, ചെറുവണ്ണൂർ, അരീക്കാട്, മീൻചന്ത, അങ്ങനെയാ പോവുക. ഈ ബൈപ്പാസ് ഇല്ലാത്തൊരു സ്ഥിതിയാണെങ്കിൽ ആ വാഹനമൊക്കെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ നാടിന്റെ സ്ഥിതി? ആ പ്രദേശത്തുള്ളവർക്ക് വാഹനവുമായി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടാവുക. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയായിരുന്നു കോഴിക്കോട് ബൈപ്പാസ് ഉൾപ്പെടെ NH66. അത് LDF സർക്കാർ വന്ന് യാഥാർത്ഥ്യമായി. കേരളത്തിലാകെ അതിന്റെ ഗുണമുണ്ടാകും, കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഗുണമുണ്ടാകും. എന്നാൽ അതിൽ ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDF-ന് കൂടുതൽ കരുത്ത് പകരും. രാമനാട്ടുകരയിൽ നിന്നും മലപ്പുറം ജില്ല കടന്ന് തൃശ്ശൂർ എത്താൻ 1.5 മണിക്കൂർ മതി, നേരത്തെ 5 മണിക്കൂർ വേണം. രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് കടന്ന് കൊയിലാണ്ടി എത്താൻ നേരത്തെ മണിക്കൂറുകൾ വേണം, ഇപ്പോൾ 10-15 മിനിറ്റ് മതി. ബേപ്പൂർ മണ്ഡലത്തിലെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നേരത്തെ മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് വന്നതോടുകൂടി മെഡിക്കൽ കോളേജിൽ വേഗത്തിലെത്താം, കോഴിക്കോട് നഗരത്തിൽ വേഗത്തിലെത്താം. ഇത് ഏറ്റവും അധികം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വീടുകളിൽ പോകുമ്പോൾ ആളുകൾ എടുത്തു പറയുകയാണ്, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇത് എടുത്തു പറയുകയാണ്. അപ്പൊ കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായത്, മുടങ്ങിപ്പോയ പദ്ധതി, UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ച്, ദേശീയപാതയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ച്, സംസ്ഥാന സർക്കാരിന്റെ കൂടി ഇച്ഛാശക്തിയുടെ ഭാഗമായി യാഥാർത്ഥ്യമായ കോഴിക്കോട് ബൈപ്പാസ് അതൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ ജനങ്ങൾ തന്നെ നിശ്ചയിക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ഒരു സംശയമില്ല. അത് അമിത ആത്മവിശ്വാസത്തിന്റെയോ അല്ല അഹങ്കാരത്തിന്റെയോ ഭാഗമായിട്ടൊന്നും പറയല്ല. നമ്മളൊക്കെ ഇനിയും കാണേണ്ടവരാണല്ലോ. ഇതിനു മുമ്പ് നമ്മളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നവരാണ്, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് വന്നവരല്ല. 2021 LDF-ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി ഏറ്റവും മികച്ച വിജയം ബേപ്പൂരിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേതോ ഒരു വ്യക്തിയുടെ വിജയമല്ല, ഇതേതെങ്കിലും ഒരു മുന്നണിയുടെ വിജയമല്ല, ബേപ്പൂരിലെ ജനങ്ങളുടെ വിജയമായിരിക്കും അത് എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ബാക്കി ഇനി സമയമുണ്ടല്ലോ, നമുക്ക് പിന്നെ പറയാം.